പ്രിയ കുട്ടികളെ, നമുക്കിന്ന് സോപ്പ് നിർമ്മിക്കുന്നത് എങ്ങനെയെന്ന് പരിചയപ്പെടാം. സോപ്പിനെ കുറിച്ച് കൂട്ടുകാർക്ക് അറിയാമല്ലോ. സോപ്പിന് നിറമുണ്ട്, സോപ്പിന് മണമുണ്ട്, അതുപോലെ തന്നെ സോപ്പിന് വൈറസുകളെ നശിപ്പിക്കാനുള്ള കഴിവുമുണ്ട്. സോപ്പ് നിർമ്മിക്കാൻ ആവശ്യമായ പ്രധാന ഘടകമാണ് വെളിച്ചെണ്ണ. ഇവിടെ ഞാൻ 1 കിലോഗ്രാം വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. 2 സോഡിയം ഹൈഡ്രോക്സൈഡ് അഥവാ കാസ്റ്റിക് സോഡ, ഇത് 180 ഗ്രാമാണ്. സോഡിയം ഹൈഡ്രോക്സൈഡ് ശക്തി കൂടിയ ഒരു ബേസ് ആണ്. 2 ഫില്ലർ എ അഥവാ സോഡിയം സിലിക്കേറ്റ് 100 ഗ്രാം. മഗ്നീഷ്യം സിലിക്കേറ്റ് അഥവാ സ്റ്റോൺ പൗഡർ, ഇത് സോപ്പിന് ഉറപ്പ് നൽകുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നു. റോസിൻ പശ, ഇത് സോപ്പ് ഉറച്ചു കിട്ടുന്നതിനും കളറും പെർഫ്യൂമും സോപ്പിന് നിറവും മണവും ലഭിക്കാനും ഉപയോഗിക്കുന്നു. സോപ്പിന് ആകൃതി ലഭിക്കാൻ മോൾഡ് പ്രയോജനപ്പെടുത്തുന്നു. പല തരത്തിലുള്ള മോൾഡുകളും ഉപയോഗിക്കാറുണ്ട്. മോൾഡിൽ നിന്ന് സോപ്പ് പെട്ടെന്ന് പുറത്തേക്ക് എടുക്കുന്നതിന് വേണ്ടി മോൾഡിൽ നാം പെട്രോളിയം ജെല്ലി തേക്കാറുണ്ട്. ഇനി നമുക്ക് സോപ്പ് നിർമ്മിക്കാൻ ആരംഭിക്കാം. ആദ്യമായി മോൾഡിൽ പെട്രോളിയം ജെല്ലി തേച്ച് പിടിപ്പിക്കാം. മോൾഡിൽ വൈറ്റ് പെട്രോളിയം ജെല്ലി പുരട്ടി അതിനെ ഒരു പോളിത്തീൻ ഷീറ്റിന്റെ മുകളിൽ വെച്ചിരിക്കുന്നു. ഇനി നമുക്ക് സോഡിയം ഹൈഡ്രോക്സൈഡ് ജലത്തിൽ ലയിപ്പിക്കണം. സോഡിയം ഹൈഡ്രോക്സൈഡ് ശക്തി കൂടിയ ഒരു ബേസാണ്. അതിനാൽ ഈ പ്രവർത്തനം ചെയ്യുമ്പോൾ നിർബന്ധമായും കയ്യുറ ധരിച്ചിരിക്കണം. നേരത്തെ എടുത്തു വച്ചിരിക്കുന്ന 350 ml വെള്ളം ഞാൻ ഈ സ്റ്റീൽ പാത്രത്തിലേക്ക് ഒഴിക്കുകയാണ്. സോഡിയം ഹൈഡ്രോക്സൈഡ് ജലത്തിൽ ലയിപ്പിക്കുമ്പോൾ വളരെ സാവധാനത്തിൽ സോഡിയം ഹൈഡ്രോക്സൈഡ് ജലത്തിലേക്ക് ഇട്ട് തവി ഉപയോഗിച്ച് ഇളക്കിക്കൊണ്ടിരിക്കണം. സോഡിയം ഹൈഡ്രോക്സൈഡ് ജലത്തിൽ ലയിക്കുമ്പോൾ താപം പുറത്തേക്ക് വിടുന്നു. അതുകൊണ്ടാണ് ഇതിനെ ഒരു താപമോചക പ്രവർത്തനം എന്ന് പറയുന്നത്. ഇനി ഇതിലേക്ക് സോഡിയം സിലിക്കേറ്റ് അഥവാ ഫില്ലർ എ ചേർക്കാം. ഇനി വെളിച്ചെണ്ണ സാവധാനത്തിൽ ഇതിലേക്ക് ചേർത്ത് ഇളക്കാം. ഇനി ഇതിലേക്ക് സ്റ്റോൺ പൗഡർ അഥവാ മഗ്നീഷ്യം സിലിക്കേറ്റ് ചേർക്കാം. സോപ്പിന് കട്ടി ലഭിക്കുന്നതിന് വേണ്ടിയാണ് മഗ്നീഷ്യം സിലിക്കേറ്റ് ചേർക്കുന്നത്.
ഇതിൽ മാഗ്നീഷ്യം സിലിക്കേറ്റ് അഥവാ സ്റ്റോൺ പൗഡർ നന്നായി അലിഞ്ഞു ചേർന്നിട്ടുണ്ട്. ഇതിലേക്ക് നിറത്തിനും മണത്തിനുമുള്ള പെർഫ്യൂം നമുക്ക് ചേർക്കാം. സോപ്പ് പെട്ടെന്ന് ഉറച്ചു കിട്ടുന്നതിന് വേണ്ടി റോസിൻ അഥവാ പശ അല്പം ചൂടാക്കിയ വെളിച്ചെണ്ണയിലേക്ക് ചേർക്കാം. ഇനി നമുക്ക് ഇതിനെ മോൾഡിലേക്ക് ഒഴിക്കാം. ഇപ്പോൾ നമ്മളുടെ സോപ്പ് മോൾഡിലേക്ക് ഒഴിച്ചു കഴിഞ്ഞു. ഏകദേശം 4-5 മണിക്കൂർ കഴിഞ്ഞ് മോൾഡിൽ നിന്ന് നമുക്ക് സോപ്പ് അടർത്തിയെടുക്കാം. 1 കിലോ വെളിച്ചെണ്ണയിൽ നിന്ന് 20 സോപ്പുകളാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. നമ്മൾ നിർമ്മിച്ചിരിക്കുന്ന ഈ സോപ്പ് 2 ദിവസം കഴിഞ്ഞ് ഇതുപോലുള്ള കവറുകളിലാക്കി സൂക്ഷിച്ചു വയ്ക്കാം. 2 ആഴ്ച കഴിഞ്ഞ് മാത്രമേ ഈ സോപ്പ് ഉപയോഗിക്കാൻ പാടുള്ളൂ. കൂട്ടുകാരൻ സോപ്പ് നിർമ്മിച്ചു നോക്കുമല്ലോ.